ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. 2 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. നടപടിക്രമങ്ങൾ പോലീസ് വീഡിയോയിൽ പകർത്തുന്നുണ്ട്. പത്തു മണിയോടെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായത്. വിവരങ്ങളുമായി നവമി ദിനേശ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. നവമി, രാവിലെ പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ മുന്നേ ഹാജരായി ഷൈൻ ടോം ചാക്കോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, കൃത്യം 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. നർക്കോട്ടിക് ACPയും സെൻട്രൽ ACPയുമാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം ചില പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. പ്രധാനമായ വിവരങ്ങൾ ഈ ഷൈൻ ടോം ചാക്കോയിൽ നിന്നും അറിയേണ്ടതിൽ അതിലൊന്ന്, അന്ന് ഡാൻസ് ഓഫ് സംഘം രാത്രി 10:30 പരിശോധനയ്ക്കായ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ അതിസാഹസികമായി ഷൈൻ ടോം ചാക്കോ എന്തിനാണ് റൂമിൽ നിന്നും ഇറങ്ങി ഓടിയത്? അതും വെറുതെ ഉള്ളൊരു ഓട്ടമല്ല. 3ാമത്തെ നിലയിൽ നിന്നും 2ാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു. അവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഓടേണ്ട ആവശ്യം എന്തായിരുന്നു? ആ ഓട്ടം പിന്നീട് എത്തി നിന്നത് തമിഴ്നാട്ടിലാണ്. എന്തിനാണ് തമിഴ്നാട്ടിൽ വരെ 2 ദിവസം മാറി നിന്നത് എന്നീ കാര്യങ്ങളാണ് സംഘത്തിന് ആദ്യം അറിയേണ്ടത്. ഒപ്പം അന്ന് ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോയെ കാണാൻ ആരൊക്കെ വന്നു? അന്വേഷണ സംഘം ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയത് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടുകൾ നടത്തുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞാണ് അന്വേഷണ സംഘം അവിടെ എത്തിയത്. അയാളുമായി ഷൈൻ ടോം ചാക്കോ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അന്ന് ആരൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയെ കാണാനെത്തിയത് എന്നീ വിവരങ്ങളും പോലീസിന് അറിയേണ്ടതുണ്ട്. അതിനായി ഷൈൻ ടോം ചാക്കോ അന്ന് താമസിച്ച വേദാന്ത ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അന്ന് ആരൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയെ കാണാൻ വന്നതിന്റെ വിവരങ്ങൾ പോലീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഷൈൻ ടോം ചാക്കോയുടെ കോൾ ലിസ്റ്റും പോലീസിന്റെ പക്കലുണ്ട്. അതിൽ ചില ആളുകളുമായി ഷൈൻ ടോം ചാക്കോ ബന്ധപ്പെട്ടത് എന്തിനെന്നും അറിയേണ്ടതുണ്ട്. അതിൽ ചെറിയ സംശയങ്ങൾ, അത് ആരുടെയൊക്കെയാണ് നമ്പറാണ് പോലീസിന്റെ പക്കലുള്ളതെന്നൊക്കെ വരും മണിക്കൂറിൽ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഷൈൻ ടോം ചാക്കോ ഉത്തരം നൽകേണ്ടത്. കൃത്യം 10 മണിയോടുകൂടി തന്നെ ഷൈൻ ടോം ചാക്കോ ഇവിടെ ഹാജരായി. എന്തായാലും ചോദ്യം ചെയ്യലിപ്പോൾ 1 മണിക്കൂർ പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഈ 1 മണിക്കൂർ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആ ചോദ്യം ചെയ്യലിൽ പോലീസിന് ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഷൈൻ ടോം ചാക്കോ ഉത്തരം നൽകിയാൽ തുടർന്നുള്ള നടപടികൾ ഏത് വിധത്തിലാകണമെന്ന് ആയിരിക്കും തീരുമാനമെടുക്കുക. മറിച്ച് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുവെങ്കിൽ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വിശദമായൊരു ചോദ്യാവലി തന്നെയാണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. അഭിഭാഷകനോട് സംസാരിച്ചതിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ ഇന്ന് ഹാജരായിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പല സംശയങ്ങൾക്കും ഷൈൻ ടോം ചാക്കോ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. അത് ഈ ഒരു കേസിൽ മാത്രമല്ല, ആലപ്പുഴയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പോലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഷൈനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കൊന്നും എക്സൈസ് സംഘം കടന്നിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചോദ്യം ചെയ്യുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ഇതാദ്യമായിട്ടല്ല ഒരു വിവാദത്തിൽ അല്ലെങ്കിൽ ഒരു പോലീസിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കൊക്കെയിൻ കേസിലെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണ് ഷൈൻ ടോം ചാക്കോ അതിൽ നിന്നും കുറ്റവിമുക്തനായി പുറത്തേക്ക് വന്നത്. അതിൽ പോലീസിന്റെ വലിയൊരു വീഴ്ചയുണ്ടെന്ന രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള ഒരു പരാതി വരുമ്പോൾ, പരാതിയെന്നല്ല, ഷൈൻ ടോം ചാക്കോയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലീസിന് പഴുതടച്ച ഒരു അന്വേഷണം തന്നെയായിരിക്കും നടത്തുക. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിശദമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കും നടത്തുക എന്ന് തന്നെ നേരത്തെ സെൻട്രൽ ACP ജയകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇറങ്ങി ഓടിയത് എന്തിനാണെന്നായിരിക്കും ആദ്യം പോലീസ് ചോദിക്കുക. അതിൽ കൃത്യമായുള്ള ഒരു ഉത്തരം ഷൈൻ ടോം ചാക്കോയ്ക്ക് തന്നേ മതിയാകൂ. മറ്റൊന്ന്,
ഈ ഒരു കാലയളവിൽ ഷൈൻ ടോം ചാക്കോ അന്ന് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നു, വഴിയിൽ കാണുന്ന ഒരു ബൈക്ക് കൈ കാണിച്ച് രക്ഷപ്പെടുന്നു. പിന്നീട് 2-3 ദിവസം ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഷൈൻ സജീവമായിരുന്നുവെങ്കിൽ പോലും സഹപ്രവർത്തകരോ കുടുംബത്തിൽ നിന്നുള്ള ഫോൺ വിളികളിലൊന്നും ഷൈൻ പ്രതികരിച്ചിരുന്നില്ല. ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബവും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത്. ഈ കുടുംബം പലതവണ ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല എന്നാണ് കുടുംബം പറഞ്ഞത്. പക്ഷെ വൈകിട്ടോടുകൂടി പോലീസ് സംഘം വീട്ടിലെത്തി നോട്ടീസ് നൽകിയപ്പോൾ കുടുംബം പറഞ്ഞത് വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ പറഞ്ഞത് വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകും, ഏത് അന്വേഷണത്തോടും ഷൈൻ സഹകരിക്കുമെന്നാണ് കുടുംബം മറുപടി നൽകിയത്. ആ സാഹചര്യത്തിൽ തന്നെ ഇന്ന് ഷൈൻ എത്തുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ 3 മണിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. രാവിലെയോടുകൂടി തന്നെ ഷൈൻ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞിരുന്നു 10:30 തന്നെ എത്തുമെന്ന്. എന്തായാലും 10 മണിക്ക് തന്നെ, കൃത്യം 10 മണിക്ക് തന്നെ 2 പേർക്കൊപ്പമാണ് ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. എന്തായാലും 1 മണിക്കൂർ പിന്നിട്ടു ഈ ചോദ്യം ചെയ്യൽ. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മറുപടി നൽകിയേ മതിയാകൂ. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോലീസും കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതിന് തുടങ്ങി ആലപ്പുഴയിലെ കേസ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോ മറുപടി നൽകിയേ മതിയാകൂ. ശ്രീജ, ശരിയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, മിനിഞ്ഞാന്നുള്ള ഓട്ടം അവസാനിച്ചത് ഇപ്പോൾ നോർത്ത് സ്റ്റേഷന് മുന്നിലാണ്. ഒരിക്കലും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഷൈൻ്റെ അഭിമുഖങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പോലീസിന് മുന്നിൽ എത്തുമ്പോൾ അങ്ങനെയല്ല. കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനൊരു അടിവര ഇടാൻ വേണ്ടി മറ്റ് ചില വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഷൈൻ്റെ ഹോട്ടലുകളിൽ താമസിച്ചപ്പോൾ സന്ദർശിച്ചത് ആരൊക്കെ, കോൾ ലോഗ്, ഇതിൽ നിന്നൊക്കെ പോലീസ് എന്ത് വിവരങ്ങളാണ് ആരായാൻ ശ്രമിക്കുന്നത്? ഈ ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ടും ഷൈൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. അതും ഈ ചോദ്യപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടോ? ശ്രീജ, ഇതിൽ പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അന്വേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായും സിനിമാ മേഖലയോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്, ബന്ധപ്പെട്ടതാണ്. അത് ഈ ലഹരി ഇടപാട് കേസുകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പിടിയിലായി ആകുന്നവർക്ക് വളരെ വ്യക്തമായ രീതിയിലുള്ള ചില കണക്ഷൻസ് ഉണ്ട് എന്നത് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അവരത് സ്ഥിരീകരിക്കുന്നുമുണ്ട്, കൃത്യമായ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ വളരെ ഈ തൊണ്ടി സാധനങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലഹരി വസ്തുക്കളുമായിട്ട് പിടികൂടുക എന്നത് വല്ലാത്ത പെടാപ്പാട് തന്നെയാണ്. പക്ഷേ ഈ ഇടപാടുകാരിലേക്കെല്ലാം തന്നെ എത്താൻ പോലീസിന് കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൃത്യമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നവരിലേക്ക് അവരിലേക്ക് കൂടി അന്വേഷണം ചെന്നെത്തേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാ ശ്രമങ്ങളായിട്ട് ഫലമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുടെ ലിസ്റ്റിൽപ്പെടുന്ന, അതായത് ഈ ഇടപാടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരെയും തന്നെ അത്തരമൊരു ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഷൈൻ്റെ കോൾ ലിസ്റ്റും അടക്കം ശേഖരിച്ചിട്ടുണ്ട്. അടുത്തയിടെ കൂടുതലായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകാരിൽ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇവർ താമസിച്ച ഹോട്ടലുകൾ, അതും കൃത്യമായിട്ട് ഈ വിവരശേഖരണ പട്ടികയിലേക്ക് വരുന്നുണ്ട്. ഓരോ സിനിമാ സെറ്റുകളിലേക്ക് ചെല്ലുമ്പോഴും അവർ ചെയ്യിക്കുന്ന ഹോട്ടൽ മുറികൾ അല്ലാതെ